ഹായ് ഗൈസ്, അപ്പോൾ നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് CS കളിച്ചപ്പോൾ റാൻഡം ബംഗാളീസ് വന്നേ. ആ ബംഗാളീസ് ആണെങ്കിൽ ടീമിന് സപ്പോർട്ടും ഇല്ല, കില്ലും ഉമ്മേസ്. അപ്പൊ നിങ്ങൾക്ക് ആ മാച്ച് ഞാൻ തോറ്റി മറ്റേ കിടിലം പോലത്തെ ഫേസ് ഒക്കെ എടുക്കായിരുന്നു. പക്ഷെ ഈ ബംഗാളീസ് കിട്ടിയതില്ല. എനിക്ക് ഫസ്റ്റ് 2-5 കളിയൊന്നും കളിക്കാൻ കൂടെ പറ്റണ്ടായിരുന്നില്ല മര്യാദക്ക്. എന്ത് പറ്റിയെന്ന് അറിയില്ല. ഫസ്റ്റ് 2-5 കളിയൊന്നും കളിക്കാൻ പറ്റണ്ടായിരുന്നില്ല. നേരെ വീഡിയോ കേട്ടോ. ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. നോക്കിയപ്പോ ഒരു എനിമി അവിടെ നിന്ന് ഓടിപ്പോണ. നേരെ എടുത്ത് റെസ്റ്റ് ചെയ്ത് 2 അടി 1 ടാപ്പ് അടിക്കാനും നോക്കി. ഒരടി അടിച്ചിട്ട് അടുത്തടി അടിച്ചു. അപ്പൊ നോക്കിയപ്പോ അവിടെ ഫൈറ്റ്. അതേ അടുത്ത് എനിമീനെ ചുറ്റി കഴിഞ്ഞു. പിന്നെ ഉമ്മേസ് ഒരടി അടിച്ചു. പിന്നെ സെക്കൻഡ് റൗണ്ടില് 1 ടാപ്പ് കളിച്ച് നോക്കാന്ന് വിചാരിച്ച് ഞാൻ ചുമ്മാ എന്റെ ഒരു ഗൈസ് എൻ്റെ ഒരു എന്താ പറയാ ഇപ്പം എൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഫൈനൽ എടുത്തു. പിന്നെ വേണ്ടെന്ന് വിചാരിച്ചു ഡെസേർട്ട് എടുത്ത് 1 ടാപ്പ് കളിക്കാന്ന് വിചാരിച്ചു. ഡെസേർട്ട് എടുത്ത് ഗൈസ് ഓപ്പോസിറ്റ് വന്ന ന്യൂ പ്ലേയേഴ്സ് ആണോന്ന് വെച്ചാൽ അല്ല, മീഡിയം ലെവൽ പ്ലേയേഴ്സ് ആയിരുന്നു വന്നത്. അധികം ന്യൂ പ്ലേയേഴ്സ് ഒന്നും അല്ല. ഞാൻ ഇവിടെ വന്നപ്പോ എന്നെ ഗ്ലൂട്ട് കൂട്ടാൻ നടന്നില്ലേ. അതേ അവിടെ നിന്ന് ഒരു അടി അടിച്ച് 1 ടാപ്പ് കയറിയില്ല, വീണ്ടും അടിച്ച് 1 ടാപ്പ് കയറില്ല, വീണ്ടും അടിച്ച് 1 ടാപ്പ് കയറില്ല, വീണ്ടും അടിച്ച് 1 ടാപ്പ് കയറിയില്ല. അവിടെ തലയിൽ മാത്രം കൊള്ളേ. അവന്മാരെന്നെ കുത്തി പിടിച്ചു വന്നു. പക്ഷെ അവിടെ നിന്ന് ബാക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നേ. ഞാൻ നോക്കിയവനാ വേണം അനങ്ങാണ്ട് നിൽക്കണേ. എന്നിട്ട് പറ്റിയില്ലേ. ടീംമേറ്റ്സിന്റെ അടുത്ത റൗണ്ട് ആ റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട്. മറ്റവൻ കുത്തിപ്പിടിച്ച് ആ റൗണ്ട് എടുത്തിട്ടുണ്ട്. ഞാൻ ഈ റൗണ്ട് വന്നപ്പോ പൈസ ഇല്ലേ, അപ്പൊ ഞാൻ മാക്ടൺ മേടിക്കാന്ന് വിചാരിച്ചു. മാക്ടൺ അത്യാവശ്യം നല്ല കണ്ണാണ്. മാക്ടൺ മേടിച്ചു. നിങ്ങൾ നോക്കുക ഇതിൻ്റെ അകത്ത് ഞാൻ കിടിലം പോലെ ഒരു റെഡ് നമ്പേഴ്സ് ഒക്കെ അടിച്ചിട്ടാണ് ഒരു നോക്കിടും ഗൈസ്. പക്ഷെ ആ കില്ല് പൊങ്ങും ഗൈസ്. ലോങ്ങിന്ന് അടിക്കണം. പക്ഷെ ഇപ്പൊ നോക്കി ഗൈസ്, ഞാൻ ലോങ്ങിൽ നിൽക്കണ വെച്ചാൽ ടോപ്പിൽ മാക്ടൺ വെച്ച് ഫുൾ നോക്കിട്ടേ എന്നിട്ട് അവനെ ഫിനിഷ് ചെയ്യാൻ നോക്കിയപ്പോ വേർത്ത് വന്ന് ഗ്ലൂപ്പേസ്. ഞാൻ നേരെ അപ്പതേ അവിടെ ഡ്രോപ്പിന്റെ അവിടെ എനിമേസ്. ഞാൻ നേരെ അവനെ കുത്തി അങ്ങോട്ട് കുത്തിപ്പിടിച്ചപ്പോ എന്നെ നോക്കാക്കി. ഞാനും എനിമി ഒരുമിച്ച് നോക്കി. ബംഗാളിയുടെ കളിയൊന്നും എന്നെ കൊണ്ട് കാണാൻ പറ്റില്ല. സാധാരണ ഞാൻ നോക്കിട്ട് ഈ ബംഗാളി ഇപ്പൊ പോയി ചോങ്കേസ് നോക്കിക്കോട്ടാ. ബംഗാളി ഇപ്പൊ പോയി ചോങ്കേസ് നേരെ ചാടി വന്ന് ഒരു ഡൗൺ ഇട്ടോട്ടാ. ബംഗാളീസ് ഒരു ഡൗൺ ടേസ് നേരെ മറ്റോ വന്ന് മാക്സിമം വെച്ച് ഒരടി അടിച്ചപ്പോ തന്നെ ചത്തേസ് ബംഗാളി. ഞാൻ അടുത്ത റൗണ്ട് ഞാൻ വിചാരിച്ച് വീണ്ടും 1 ടാപ്പ് കളിക്കാന്ന് വിചാരിച്ച് വുഡ്പെക്കറിനെ നോക്കിടും. പക്ഷെ എനിക്ക് ആ നോക്ക് കിട്ടൂല, പൊക്കിട്ട്. ഈ റൗണ്ടിലാണ് ആകെ ബംഗാളീസ് ഒരു ഇത്തിരി എങ്കിലും സപ്പോർട്ട് തന്നെ. ഈ ഒരു ഇതിൻ്റെ അകത്താണ് ബംഗാളീസ് ഒരു ഇച്ചിരി എങ്കിലും സപ്പോർട്ട് തന്നെ. ഈ റൗണ്ടിലാണ് ഇച്ചിരി എങ്കിലും സപ്പോർട്ട് തന്നെ. ഈ റൗണ്ടിലാണ് റൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നേരെ എല്ലാം അടിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇവിടെ ഇട്ടത് അവിടെ കുറച്ച് പേര് നിൽക്കണം. സ്കോപ്പ് ചെയ്ത് തലയിലോട്ട് അങ്ങ് ഡ്രാഗ് ചെയ്തിട്ട് ഒരുത്തന്നെ നോക്കാക്കി. അപ്പൊ ഇവിടെ ഒരു പെണ്ണൊരു ഒരു പെണ്ണൊന്നും തന്നെ അടിച്ചു. ഞാൻ ശ്രദ്ധിച്ചില്ല ആ പെണ്ണ. അപ്പൊ ഇവിടെ ബംഗാളീസ് ഒന്ന് അടിച്ച് നോക്കാക്കി ആ പെണ്ണ. എന്നിട്ട് എന്നെ റിവൈവ് ചെയ്ത് കിട്ടി. എന്റെ കില്ല് ഫിനിഷാക്കി കിട്ടിയില്ല, പക്ഷെ എന്നെ റിവൈവ് ചെയ്ത് കിട്ടി. ഒരു ഡെത്ത് കുറഞ്ഞ് കിട്ടിയെന്ന് വിചാരിച്ചിരിക്കണേ. എന്നിട്ട് ഇവിടെ വന്നിട്ട് ബോൺഫയർ ഒക്കെ ഇട്ട് ഹെൽത്ത് ആയിട്ട് അങ്ങനെ ബോൺഫയർ ഇട്ട് ഹെൽത്ത് കൂട്ടിക്കൊണ്ടിരിക്കണേ. അപ്പൊ അവിടെയുള്ളവന്മാരെ ബംഗാളീസ് അടിച്ച് നോക്കാക്കി ഫിനിഷ് ചെയ്തിട്ടുണ്ട് നമുക്കിനി. അപ്പൊ നോക്കിയപ്പോ അതിന്റെ അപ്പുറത്തുള്ള മേളിൽ എനിമി ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ അതിന്റെ മേളിലോട്ട് കയറിയിട്ട് അവിടെ നിന്ന് അടിക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതിന്റെ മേളിൽ കേറിട്ട് ഇവിടെ വന്നപ്പോ നിക്കണേ. അവിടെ നിന്ന് അടിക്കാൻ നോക്കി. അയ്യോ, അപ്പൊ ഗണ്ണ് സ്വിച്ച് ആയി. മറ്റേ ഗണ്ണ് കൈ കയറി. അപ്പൊ അടിച്ച് കൊണ്ടില്ലേ.
എന്നെ AWM വെച്ച് അടിച്ചിട്ട്. പിന്നെ മറ്റേ റഫേലും പിന്നെ മറ്റേ ഇതും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ അവിടെ വെച്ച് ഡൗൺ ആയി. ടീമേറ്റ്സ് റൗണ്ട് എടുക്കും ഗൈസ്. ടീമേറ്റ്സ് ആ റൗണ്ട് എടുക്കും. ഇപ്പൊ അടിച്ചു ടീമേറ്റ്സ് റൗണ്ട് എടുത്ത്. ഇനി ആ റൗണ്ടിൽ ഒരു സപ്പോർട്ട് ചെയ്ത് ടീമേറ്റ്സ്. ഇവിടെ ഞാൻ വിചാരിച്ച് ഇനിയിപ്പോ കുത്തിപ്പിടി കണ്ടെടുത്ത് കളിക്കാ. എന്താണെങ്കിലും മിക്കവാറും കളി നോക്കാൻ ചാൻസ് ഉണ്ട്. അത് കാരണം ഇതെടുത്ത് കളിക്കാന്ന് വിചാരിച്ചു. ഞാനാണെങ്കിൽ ഹെഡ് അടിക്കാൻ നോക്കുകയാണെങ്കിൽ പക്ഷെ ഞാൻ ഇവിടെ വന്ന ഹെഡ് അടിച്ച് കളിക്കാന്ന് വെച്ചാൽ മുമ്മന്റെ ഒക്കെ ഇട്ടിക്കണേ. അപ്പൊ ഇതിൽ ലോങ്ങിൽ തന്നെ ഞാൻ കണ്ടു. ലോങ്ങിൽ എത്താൻ കണ്ട് സ്കോപ്പ് തലക്ക് ഡ്രാഗ് ചെയ്തിട്ടാണെങ്കിൽ തലക്ക് കയറണില്ല. അപ്പൊ ഞാൻ സ്കോപ്പ് കുത്തി അങ്ങോട്ട് വെച്ച് വീണ്ടും ഡ്രാഗ് ചെയ്തു. അപ്പൊ എന്താണ് ഇല്ലെങ്കിൽ കിട്ടട്ടെന്ന് സ്കോപ്പ് അടിച്ചിട്ട് നോക്കാക്കിയിട്ട് ഫിനിഷ് ചെയ്തേ. അടുത്ത ഒരുത്തൻ ഞാൻ ശ്രദ്ധിച്ചില്ല. അവന്റെ മേലിൽ നിന്ന് അടിച്ച്. അപ്പൊ തന്നെ ഞാൻ ഇവിടെ കവർ എടുത്തപ്പോ താഴ്ത്തോട്ടി അടിച്ച് അടി കൊണ്ടില്ലേ. ചുമ്മാ അടിച്ച്. പിന്നെ ടീംമേറ്റ്സിന്റെ ഇപ്പൊ ടീംമേറ്റ് ആ റൗണ്ട് തോറ്റുന്നുണ്ട്. പിന്നെ ഇനിയിപ്പ തോറ്റ കളി പോകുന്ന എനിക്ക് മനസ്സിലായി. പൊട്ടാസ് എടുക്കാന്ന് വിചാരിച്ചു. പക്ഷെ ഈ കളിയിൽ എന്റെ ഈസ് കൂട്ടാൻ നോക്കി ഗോയ്സ്. ഇടലം പോലത്തെ ഈസായിരുന്നു. ഈസ് എടുത്തായിരുന്നെങ്കിൽ ഇടലം പോലത്തെ ഈസായിരുന്നു. ആദ്യം AW എടുക്കാന്ന് വിചാരിച്ചു. പിന്നെ കളി എടുക്കണമെന്ന് പറഞ്ഞ കാരണം പൊട്ടാസ് എടുത്ത്. പൊട്ടാസ് എടുത്തിട്ട് ഇടലം പോലത്തെ ഈസ് കിട്ടാൻ പോയി. അതാണ് ബംഗാളി കുമ്മി കൊണ്ടുപോയി കണ്ടോ. ഇടലം പോലത്തെ ഈസായിരുന്നു. കിട്ടിയില്ലേ? കിട്ടിയായിരുന്നെങ്കിൽ ഒരു കിടലം പോലത്തെ ഈസായിരുന്നു. 2 1 ടാപ്പും പിന്നെ 2 ബോഡി ഷോട്ട് കില്ലും ഗൈസ്. ആയിക്കോട്ടെ. സീൻ ഈസായിരുന്നു. ഞാൻ നേരെ ചെയ്ത് ഒരുത്തന്നെ 2 അടിച്ച് ഡൗൺ ആക്കി. അപ്പൊ മെയിൻ നോക്കി അടിച്ച് അവിടെ കണ്ട 2ാമത്തെ അടിച്ചു. അപ്പൊ തന്നെ ആ കില്ല് ഉമ്മേസ്. അപ്പൊ അവിടെ മെഡ് അടിച്ചുകൊണ്ടിരിക്കണാണ്. ഒരുത്തൻ നേരെ കയറുന്നേ. ഞാൻ തക്കിലിട്ട് അവൻ നോക്കാക്കി. അത് 1 ടാപ്പ് ആയിരുന്നു. ഞാൻ എല്ലാ കില്ലും ഫിനിഷ് ചെയ്ത്. ഒരു കില്ല് ഉമ്മേസ്. അപ്പൊ അതേ അവിടെ നമ്മൾ ടീംമേറ്റ് ഒക്കെ അപ്പൊ അവിടെ എനിമി ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ നേരെ അങ്ങോട്ട് പോയിട്ട് അവിടെ ഉള്ളവൻ അടിക്കാന്ന് ഇതിന്റെ മേളിൽ കൂടെ പോയി. അപ്പൊ എനിക്ക് തോന്നി അപ്പർ സൈഡിലാണ്. നേരെ ഈ സൈഡിലോട്ട് വന്നപ്പോ ഇതിന്റെ അകത്ത് നേരെ ചാടി 1 ടാപ്പ് കണ്ട. എന്റെ ഈസ് പോയി. ആ ഒരു കില്ല് കുമ്മിയാണ് കുമ്മി. ഞാൻ കാണിച്ചത് അവർക്ക് കുമ്മിയത്. എവിടെ അതെ ഇവിടെ ഞാൻ വന്ന് നോക്കാക്കി. ഒരു അടിച്ച് അടുത്ത അടി അടിച്ചപ്പോ തന്നെ കണ്ടായി ഉമ്മേസ് ആക്കില്ല. അല്ലെങ്കിൽ എന്റെ ഈസായിരുന്നു. ഈ റൗണ്ട് കഴിഞ്ഞപ്പോഴാണ് AW ഇത് എടുത്ത് പൊട്ടാസ് എടുത്ത്. ഈ റൗണ്ട് ആണെങ്കിൽ എനിക്ക് മര്യാദ കളിക്കാനും പറ്റിയില്ല. ബംഗാളി ആണെങ്കിൽ എല്ലാം പോയി ചാവുകയും ചെയ്ത്. നിങ്ങൾ നോക്കുക. എനിക്ക് ടീം സപ്പോർട്ട് തന്നില്ല. പിന്നെ ഞാൻ ഇടയ്ക്ക് എടുത്ത് നടുക്കോട്ട് ഇറങ്ങി. പക്ഷെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ ബൂയ അടിക്കാവുന്ന കളിയായിരുന്നു. പക്ഷെ ഞാൻ മര്യാദ കളിച്ചില്ല. പിന്നെ ബംഗാളീസ് ആണെങ്കിൽ ഒരു ടീം സപ്പോർട്ടില്ലാതെ ഞാൻ നെയ്ഡും മറ്റു മറിച്ചൊക്കെ വായ്പറക്കി അറിയണ്ടേ. പക്ഷെ ഒരുത്തനോടില്ലെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഇതുവഴി വന്ന് അവിടെ തന്നെ നോക്കാം. ഞാൻ വിചാരിച്ച അവിടെയാണ് അന്വേഷിച്ചത്. ഒരുത്തനാണെങ്കിൽ ഓർമ്മയുണ്ട്. എനിക്കാണെങ്കിൽ എന്താ ചെയ്യുന്ന അറിയില്ല. പെട്ടെന്ന് ഇതായി ഒരുപാട് കുട്ടി ഒരു ഡാം അടിച്ചപ്പോ തന്നെ എന്നെ ഫിനിഷ് ആക്കി. അപ്പോഴേ അവിടെ നിന്ന് നമ്മൾ ടീംമേറ്റ് നോക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ നമ്മ തോറ്റുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ലവ് യു ഗൈസ്. ബൈ.